നിങ്ങൾക്കറിയാമോ കാശ്മീരിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരായതെന്ന്? ഇന്നും തീരാത്ത തർക്കത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും ആ ചരിത്രം നമുക്കൊന്നറിയാം. അതിനാദ്യം 1947-48 കാലത്തെ ഒന്നാം കാശ്മീർ യുദ്ധത്തെക്കുറിച്ചറിയണം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ തൊട്ടുപിന്നാലെ ജമ്മു കാശ്മീർ രാജ്യത്തിൻ്റെ ഭാവി സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന സൈനിക നടപടിയാണ് ഒന്നാം കാശ്മീർ യുദ്ധം. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി രൂപപ്പെട്ട 1947-ൽ ജമ്മു കാശ്മീർ രാജ്യം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കേണ്ടതുണ്ടായിരുന്നു. കാശ്മീരിൻ്റെ ഭരണാധികാരിയായ മഹാരാജ ഹരി സിംഗ് ഒരു ഹിന്ദുവായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ താൽപ്പര്യവുമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ ലയിക്കാതെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഗോത്രവർഗ നുഴഞ്ഞുകയറ്റം ഈ പ്രദേശത്തെ അസ്ഥിരമാക്കി. ഇന്ത്യയെ സൈനിക ഇടപെടലിന് ഇത് പ്രേരിപ്പിച്ചു. ഈ യുദ്ധം ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC അതിൻ്റെ രൂപീകരണത്തിനും കാശ്മീർ തർക്കത്തിൻ്റെ തുടക്കത്തിനും കാരണമാവുകയായിരുന്നു. 1947 ജൂൺ 3-ന് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി വിഭജിക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 565-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കുകയോ ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. ജമ്മു കാശ്മീർ രാജ്യം ഹിന്ദു ഭരണാധികാരിയായ മഹാരാജ ഹരി സിംഗിൻ്റെ കീഴിലായിരുന്നുവെങ്കിലും ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. ഭൂമിശാസ്ത്രപരമായി കാശ്മീർ പാകിസ്ഥാനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇന്ത്യയുമായി റോഡ് വഴി ബന്ധമുണ്ടായിരുന്നു. ഹരി സിംഗ് തൻ്റെ രാജ്യം സ്വതന്ത്രമായി നിലനിർത്താൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സ്റ്റാൻഡ് സ്റ്റിൽ കരാർ അദ്ദേഹം ഒപ്പിട്ടു. എന്നാൽ പാകിസ്ഥാൻ വ്യത്യസ്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. കാശ്മീർ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ കാശ്മീർ എങ്ങനെയും പിടിച്ചെടുക്കാൻ അവർ പദ്ധതിയിട്ടു. കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന ഒളിയിടപെടൽ പദ്ധതിയിലൂടെയാണ് അവർ നീങ്ങിയത്. പാകിസ്ഥാൻ പഷ്തൂൺ ലഷ്കർ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ സേനകളും സൈനികരുമായി കാശ്മീരിലേക്ക് ആക്രമണം ആരംഭിച്ചു. മുസാഫറാബാദ്, ബാരാമുള്ള തുടങ്ങിയ പ്രദേശങ്ങൾ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. കാശ്മീർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ വീണ്ടും നീങ്ങി. 1947 ഒക്ടോബർ 22-ന് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ 5000-ലധികം പഷ്തൂൺ ഗോത്രവർഗക്കാരും സിവിലിയൻ വേഷത്തിൽ പാകിസ്ഥാൻ സൈനികരും കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറി. ഇവർ മുസാഫറാബാദ്, ഡോങ്കൽ, ബാരാമുള്ള തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി ശ്രീനഗറിന് സമീപം ഏകദേശം 50 കിലോമീറ്റർ അകലെ വരെ എത്തി. ഇവിടങ്ങളിൽ വ്യാപകമായി കൊള്ളകളും ആക്രമണങ്ങളും നടന്നു. മഹാരാജ ഹരി സിംഗിൻ്റെ കമാൻഡിൽ പ്രവർത്തിച്ച കാശ്മീർ സ്റ്റേറ്റ് ഫോഴ്സ് അത്ര ശക്തമായിരുന്നില്ല. അവർക്ക് ഈ അതിക്രമത്തിന് കഠിനമായി എതിർക്കാൻ കഴിഞ്ഞില്ല. 1947 ഒക്ടോബർ 26-ന് മഹാരാജ ഹരി സിംഗ് ഇന്ത്യയുമായി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ എന്ന കരാറിൽ ഒപ്പുവെച്ച് ജമ്മു കാശ്മീർ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാക്കി. ഇതോടെ പ്രതിരോധം, വിദേശകാര്യങ്ങൾ, ആശയവിനിമയം എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തു. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 27-ന് ഇന്ത്യൻ സൈന്യം 1-ാം സിഖ് റെജിമെൻറ്റ് വ്യോമമാർഗം ശ്രീനഗറിലെത്തി. ശ്രീനഗർ വിമാനത്താവളം പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം ഇന്ത്യ തകർത്തു. തുടർന്ന് ഇന്ത്യൻ സേന ബാരാമുള്ള, പട്ടൻ, ഉറി എന്നിവിടങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി പ്രദേശങ്ങൾ വീണ്ടെടുത്തു. 1947 നവംബർ മുതൽ ഡിസംബർ മാസങ്ങൾക്കിടയിൽ ഇന്ത്യൻ സൈന്യം ശ്രീനഗർ, ബാരാമുള്ള, ഗുൽമാർഗ് തുടങ്ങിയ പ്രധാന പ്രദേശങ്ങൾ സുരക്ഷിതമാക്കി. എന്നാൽ മുസാഫറാബാദ്, ഗിൽഗിറ്റ്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയി. 1948 ജനുവരിയിലും മെയ്യിലുമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി യുദ്ധത്തിൽ ചേരുന്നത്. ഈ സമയത്താണ് ഇന്ത്യ ലഡാക്ക്, കാർഗിൽ, ദ്രാസ് തുടങ്ങിയ മേഖലകളിൽ ശക്തമായ നിലപാട് കൈക്കൊണ്ടത്. ലേയിൽ ഏകദേശം 1000 ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ശക്തമായി ചെറുത്തുനിന്നു. സോല, സനോ തുടങ്ങിയ അതിസൂക്ഷ്മ മേഖലകളിൽ ഇന്ത്യ വിജയകരമായി മുന്നേറ്റം നടത്തി. ഇന്ത്യൻ സൈന്യം പുഞ്ച് നഗരത്തിലെ പാകിസ്ഥാൻ്റെ ഉപരോധം വിജയകരമായി ഭേദിക്കുകയും ജാൻസ്കർ മേഖല തിരിച്ചുപിടിക്കുകയുമുണ്ടായി. 1948 ജനുവരി 1-ന് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിനെ സമീപിച്ച് പാകിസ്ഥാൻ ഗോത്രവർഗക്കാരെയും സൈനികരെയും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റിയതിനെക്കുറിച്ച് ആശങ്കയറിയിച്ചു. ഈ നീക്കം നടന്നുകൊണ്ടിരുന്ന സംഘർഷത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. ഇന്ത്യ അന്താരാഷ്ട്ര ഇടപെടൽ തേടി. ഇതിൻ്റെ പ്രതികരണമായി UN സെക്യൂരിറ്റി കൗൺസിൽ 1948 ഏപ്രിൽ 21-ന് റെസൊല്യൂഷൻ 47 പാസാക്കി. പ്രതിസന്ധി പരിഹരിക്കാൻ 3 ഘട്ട നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത്. ആദ്യം പാകിസ്ഥാൻ സൈനികരെയും ഗോത്രമേഖല ആക്രമികളെയും പൂർണ്ണമായും പിന്മാറ്റണം. നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണം. ഇന്ത്യ നിയമവും ക്രമവും നിലനിർത്താൻ ആവശ്യമായ തോതിൽ സൈനിക സാന്നിധ്യം കുറയ്ക്കണം. നിഷ്പക്ഷമായ അന്തരീക്ഷം ഉറപ്പാക്കണം.
അതായത് പിന്നീട് ഇന്ത്യ അപ്രധാന സൈനിക സാന്നിധ്യം മാത്രമേ നിലനിർത്താവൂ. വെടിനിർത്തലും പിന്മാറ്റവും പൂർത്തിയാകുമ്പോൾ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ UN മേൽനോട്ടത്തിൽ ജനഹിത പരിശോധന നടത്തണം. അതായത് ജനങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരണമെന്ന് തീരുമാനിക്കാം. എന്നാൽ പാകിസ്ഥാൻ ആദ്യഘട്ടമായുള്ള അവരുടെ സൈനിക പിന്മാറ്റവും നുഴഞ്ഞുകയറ്റക്കാരുടെ പിന്മാറ്റവും നടപ്പാക്കിയില്ല. അതിനാൽ ജനഹിത പരിശോധന നിലച്ചുപോയി. ഇക്കാലയളവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. ഒടുവിൽ UN ഇടപെട്ടതിൻ്റെ ഭാഗമായി 1948 ഡിസംബർ 31 ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അത് 1949 ജനുവരി 1 പ്രാബല്യത്തിൽ വന്നു. ഈ വെടിനിർത്തലിന് ശേഷം കാശ്മീരിൻ്റെ ഒരു ചെറിയ ഭാഗം, അതിനുശേഷം അതിനെ പാക് അധിനിവേശ കാശ്മീർ എന്നാണ് അറിയപ്പെട്ടത്, അത് പാകിസ്ഥാൻ്റെ അധീനതയിലായി. ശേഷിപ്പുള്ള ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തുടരുകയും ചെയ്തു. സീസ് ഫയർ ലൈൻ UN മിലിറ്ററി ഒബ്സർവേഷൻ ഗ്രൂപ്പിൻ്റെ നിരീക്ഷണത്തിൽ ജമ്മു കാശ്മീരിനെ ഭൂമിശാസ്ത്രപരമായി രണ്ടായി വിഭജിച്ചു. എന്നാൽ ഈ അതിർത്തി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര അതിർത്തി ആയിരുന്നില്ല, മറിച്ചൊരു സൈനിക വേർതിരിവ് മാത്രമായിരുന്നു ഇത്. അതോടെ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം 1972 ഷിംല ഉടമ്പടിയിലൂടെ ഈ സീസ് ഫയർ ലൈൻ പുനർനിർവചിക്കപ്പെട്ടു. ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷിംല ഉടമ്പടി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഒരു നാഴികക്കല്ലായി. LOC 740 കിലോമീറ്റർ നീളത്തിൽ ജമ്മു മുതൽ സിയാച്ചിൽ ഗ്ലേസിയർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ, അതായത് 1965, 99, 2025 പഹൽഗാം, കറാച്ചി സംഭവങ്ങൾ ഉൾപ്പെടെ നിർണായക പങ്കുവഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ 1947-48 ഒന്നാം കാശ്മീർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായി ജമ്മു കാശ്മീർ എന്ന സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച രാജ്യം ഭൂമിശാസ്ത്രപരമായി വിഭജിക്കപ്പെട്ടു. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ഏകദേശം ഭൂരിഭാഗവും ഇന്ത്യൻ നിയന്ത്രണത്തിൽ വന്നു. ഇതിൽ ശ്രീനഗർ, ജമ്മു, ലഡാക്ക് എന്നിവ ഉൾപ്പെട്ടു. ഇവ ഇന്ത്യൻ ഭരണത്തിന് കീഴിലുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ പ്രധാന മേഖലകളായി മാറി. ശ്രീനഗർ സംസ്ഥാനത്തിൻ്റെ വേനൽക്കാല തലസ്ഥാനവും യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രവും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വ്യോമ ഇടപെടലിലൂടെ സംരക്ഷിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണത്തിൻ്റെ കേന്ദ്രമായി ശ്രീനഗർ കാശ്മീർ താഴ്വരയിൽ ഇന്ത്യയുടെ മേൽക്കൈ ഉറപ്പാക്കി. ജമ്മു ഹിന്ദു ഭൂരിപക്ഷ മേഖലയായി ഇന്ത്യയുടെ ശക്തമായ പിടിയിൽ തുടർന്നു. ലഡാക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഉയർന്ന മേഖല ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ പ്രതിരോധത്തിലൂടെ നിലനിർത്തപ്പെട്ടു. ലഡാക്കിൻ്റെ പ്രതിരോധം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേധാവിത്വം ഉറപ്പാക്കി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലും 2020 ഗാൽവാൻ സംഘർഷത്തിനും ഈ മേഖലയുടെ പ്രാധാന്യം തെളിവായി. എന്നാൽ ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ് പോയത്. ഇത് പാക് അധിനിവേശ കാശ്മീർ അഥവാ POK എന്നറിയപ്പെട്ടു. ഈ മേഖലയിൽ മുസാഫറാബാദ്, ഗിൽഗിറ്റ്, ബാൾട്ടിസ്ഥാൻ എന്നിവ ഉൾപ്പെട്ടു. മുസാഫറാബാദ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ പിന്തുണയോടെ ഗോത്രവർഗ്ഗക്കാർ പിടിച്ചെടുത്ത പ്രധാന നഗരമായി. പിന്നീട് POKയുടെ ഭരണ തലസ്ഥാനമായി അത് മാറി. അതുപോലെ ഗിൽഗിറ്റ്, ബാൾട്ടിസ്ഥാൻ തന്ത്രപരമായി ചൈനയോടും അഫ്ഗാനിസ്ഥാനോടും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മേഖല പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായി. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് നിയന്ത്രിത ഗിൽഗിറ്റ് ഏജൻസിയിലെ പ്രാദേശിക കലാപത്തിന് ശേഷം ഏകദേശം 1500 ഇന്ത്യൻ സൈനികരുടെ ജീവനാണ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്. 3500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാർക്കും പാക് സൈന്യത്തിനും ഏകദേശം 6000 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ കണക്ക് കൃത്യമല്ല, കാരണം പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ സംഘർഷം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥാനചലനത്തിനും കാരണമായി. മുസാഫറാബാദ്, ബാരാമുള്ള, ശ്രീനഗർ താഴ്വര എന്നിവിടങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ കൊള്ളയും ആക്രമണവും സാധാരണക്കാരെ ഭീതിയിലാഴ്ത്തി. കാശ്മീർ താഴ്വരയിൽ നിന്ന് ജമ്മുവിലേക്കും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലേക്കും വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹമുണ്ടായി. മറ്റൊരു പ്രധാന കാര്യം 1963 ചൈന പാകിസ്ഥാൻ അതിർത്തി കരാറിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഒരു പ്രധാന ഭാഗമായ ഷക്സ്ഗാം വാലി പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിവാദ കൈമാറ്റം ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിന് കാരണവുമായി. ഷക്സ്ഗാം വാലി POKയുടെ ഹുൻസ, ഗിൽഗിത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ജമ്മു കാശ്മീർ പ്രദേശത്തിൻ്റെ വടക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5300 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ പ്രദേശം തന്ത്രപ്രധാനമാണ്. കാരണം ഇത് ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന കാരക്കോറം ഹൈവേയുടെ ഒരു പ്രധാന ഭാഗമാണ്. പാകിസ്ഥാൻ ഷക്സ്ഗാം വാലി ചൈനയ്ക്ക് കൈമാറിയതിന് പകരമായി ചൈന ഏകദേശം 1942 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മറ്റൊരു പ്രദേശം പാകിസ്ഥാന് നൽകി. 1959 ചൈനയുടെ ഭൂപടത്തിൽ പാകിസ്ഥാൻ്റെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് അതിർത്തി തർക്കങ്ങൾ ഉടലെടുത്തു. 1961 പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ ചൈനയുമായി ചർച്ചകൾ ആരംഭിച്ചു. 1962 പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ചൈനയ്ക്ക് സീറ്റ് നൽകാൻ വോട്ട് ചെയ്തതിനു ശേഷം ചൈന ചർച്ചകൾക്ക് തയ്യാറായി. വടക്കൻ അതിർത്തി സുരക്ഷിതമാക്കുക,
ഇന്ത്യയുമായുള്ള കാശ്മീർ തർക്കത്തിൽ ചൈനയുടെ പിന്തുണ തേടുക എന്നിങ്ങനെ നേട്ടങ്ങൾ പാകിസ്ഥാന് കിട്ടിയപ്പോൾ ഷക്സ്ഗം വാലിയിലൂടെ കാരക്കോറം ഹൈവേ നിർമ്മിക്കാനുള്ള അവസരവും ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ തന്ത്രപരമായ മേൽക്കൈയും ചൈനയ്ക്ക് കിട്ടി. എന്നാൽ ഇന്ത്യ ഈ കരാറിനെ ശക്തമായി എതിർത്തു. കാരണം ഷക്സ്ഗം വാലി ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണ്. ഇത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. പാകിസ്ഥാന് ഇത് ചൈനയ്ക്ക് കൈമാറാൻ നിയമപരമായി അവകാശമില്ല. ഇതുകൂടാതെ തന്ത്രപരമായ ആശങ്കകൾ വേറെയുമുണ്ട്. ഷക്സ്ഗം വാലിയിലെ ചൈനയുടെ സാന്നിധ്യം ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 1963 കരാറിന് ശേഷം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ. എന്നാൽ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ തദ്ദേശവാസികൾ, പ്രത്യേകിച്ച് ഗിൽഗിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ നിന്നുള്ളവർ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ചൈനയുടെ ഡാമുകളുടെ നിർമ്മാണം നദികളുടെ ഒഴുക്കിനെ ബാധിക്കുകയും പ്രാദേശിക പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചൈനീസ് കമ്പനികൾക്കും തൊഴിലാളികൾക്കും മാത്രമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഗുണങ്ങൾ കിട്ടുന്നത്. പ്രാദേശിക ജനങ്ങൾക്ക് അത് ലഭിക്കുന്നുമില്ല. പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ പൂർണ്ണ രാഷ്ട്രീയ അവകാശങ്ങൾ നൽകുന്നില്ല. പാകിസ്ഥാൻ്റെ സൈനിക ഭരണത്തിന് കീഴിലാണ് എക്കാലവും ഈ പ്രദേശം നിലനിൽക്കുന്നത്. 1947-48 ഒന്നാം കാശ്മീർ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തികളും യുദ്ധത്തിൻ്റെ ഗതിയും ഫലവും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവർ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൻ്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ മുദ്ര പതിപ്പിച്ചു. ആദ്യം പറയേണ്ടത് മഹാരാജ ഹരി സിംഗിനെക്കുറിച്ച് തന്നെയാണ്. ജമ്മു കാശ്മീർ രാജ്യത്തിൻ്റെ ഹിന്ദു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 1947 ഒക്ടോബർ 26 ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന ലയന കരാർ ഒപ്പിട്ട് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കി. ഈ കരാർ പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം എന്നിവ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നൽകി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടലിന് നിയമപരമായ അടിസ്ഥാനം നൽകി. ഈ തീരുമാനം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കി. എന്നാൽ പാകിസ്ഥാനുമായുള്ള തർക്കത്തിൻ്റെ തുടക്കവുമായി. അടുത്തത് ഷെയ്ഖ് അബ്ദുള്ള, ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്. ഷേർ ഇ കാശ്മീർ, അതായത് കാശ്മീരിൻ്റെ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കാശ്മീരിൻ്റെ ജനപ്രിയ നേതാവായ അദ്ദേഹം മഹാരാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടിയിരുന്നു. കാശ്മീർ ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്ന് ഷെയ്ഖ് അബ്ദുള്ള ശക്തമായി വാദിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ നിലപാട് ജനപിന്തുണ നേടുകയും ചെയ്തു. പ്രത്യേകിച്ച് ശ്രീനഗർ, കാശ്മീർ താഴ്വര എന്നിവിടങ്ങളിലാണ് ആ പിന്തുണ കിട്ടിയത്. പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റത്തിനെതിരെ നാഷണൽ കോൺഫറൻസിൻ്റെ പ്രവർത്തകർ ഇന്ത്യൻ സൈന്യത്തിന് ലോജിസ്റ്റിക്, രഹസ്യ വിവര പിന്തുണ എന്നിവ നൽകി. 1947 അദ്ദേഹം കാശ്മീരിൻ്റെ അടിയന്തര ഭരണത്തിൻ്റെ തലവനായി, പിന്നീട് പ്രധാനമന്ത്രിയായി. 1948, 1953 കാലഘട്ടത്തിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ പിന്തുണ ഇന്ത്യയുടെ ഭരണപരമായ അവകാശവാദത്തിന് ജനകീയ അംഗീകാരം നൽകി. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വയംഭരണ ആവശ്യങ്ങൾ ഇന്ത്യയുമായി തർക്കങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അടുത്തത് ലഫ്റ്റനന്റ് ജനറൽ KM കരിയപ്പ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് 1949. 1947-48 യുദ്ധസമയത്ത് വെസ്റ്റേൺ ആർമി കമാൻഡറായിരുന്നു കർണാടകയിൽ നിന്നുള്ള കരിയപ്പ. കരിയപ്പ കാശ്മീരിലെ ഇന്ത്യൻ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ വിഭജനത്തിന് ശേഷം പരിമിതമായ വിഭവങ്ങളോടെ അദ്ദേഹം ശ്രീനഗർ, ലഡാക്ക്, പുഞ്ച് എന്നിവിടങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചു. 1947 ഒക്ടോബർ 27 ഒന്നാം സിഖ് റെജിമെൻറ്റിനെ വ്യോമമാർഗം ശ്രീനഗറിലേക്ക് അയച്ചത് അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ തീരുമാനമായിരുന്നു. ബാരാമുള്ള, ഉറി, പട്ടൻ എന്നീ പട്ടണങ്ങളിലെ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏകോപനം അദ്ദേഹം ഉറപ്പാക്കി. സ്വാതന്ത്ര്യലബ്ധിക്ക് മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തെ നേരിടാൻ ഇന്ത്യക്ക് വലിയ തോതിൽ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല. ശ്രീനഗറിലേക്ക് സൈന്യത്തെ വ്യോമമാർഗം, അതായത് ഡക്കോട്ട DC-3 വിമാനങ്ങൾ അയക്കേണ്ടി വന്നപ്പോൾ വിമാനങ്ങളുടെ ലഭ്യതയും പരിശീലനവും പരിമിതമായിരുന്നു. കാശ്മീരിൻ്റെ പർവ്വത പ്രദേശങ്ങളിൽ ശൈത്യകാല പോരാട്ടത്തിനുള്ള വസ്ത്രങ്ങളും ഉപകരണങ്ങളും അപര്യാപ്തമായിരുന്നു. ലഡാക്ക്, പുഞ്ച് പോലെയുള്ള വിദൂര മേഖലകളിലേക്ക് വിതരണ ശൃംഖല, അതായത് സപ്ലൈ ചെയിൻ ഉറപ്പാക്കുന്നതിന് വലിയ വെല്ലുവിളിയുണ്ടായിരുന്നു. എന്നിട്ടും കരിയപ്പയുടെ നേതൃത്വം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സൈനിക വിജയത്തിന് അടിത്തറയിട്ടു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിച്ഛായ ഉയർത്തി. ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനമില്ലാതെ പ്രതിരോധ നടപടിയായി ഇന്ത്യ ഇടപെട്ട ഈ യുദ്ധം ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ പ്രാരംഭ ശക്തിയും തന്ത്രപരമായ ദൃഢനിശ്ചയവും വെളിവാക്കുന്ന സംഭവമായിരുന്നു.